സോ ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബുക്ക് ആൽബം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്. ഇൻഷോട്ട് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് കട്ട് ഔട്ടായിട്ട് ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇൻഷോട്ട് ആപ്പ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. കസ്റ്റമറിന് അങ്ങനെ ഒരു ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ക്യാൻവ ആപ്പിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പിൽ ആദ്യം ചെന്നിട്ട് നമ്മുടെ ഹോം പേജിൽ കസ്റ്റം സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ PX മാറ്റിയിട്ട് നമ്മൾ ഇഞ്ചസിലോട്ടാക്കിയിട്ട് 4x4 സൈസാണ് എടുക്കുന്നത്. ഞാൻ ഒരു മിനി ഫ്രെയിമിൻ്റെ സൈസിലാണ് എൻ്റെ ബുക്ക് ആൽബത്തിൻ്റെ എല്ലാ പേജസും എഡിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഓരോ പേജസ് ആയിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാണ്. നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് ഓരോ പേജസും എഡിറ്റ് ചെയ്ത് മാറ്റാം. ഞാൻ അങ്ങനെ 12 പേജസാണ് ഒരു ബുക്ക് ആൽബത്തിൽ സേവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ എൻ്റെ 12 പേജസും എഡിറ്റ് ചെയ്ത് സേവ് ആക്കിയതിന് ശേഷം ക്യാൻവയിൽ തന്നെ ഹോം പേജിൽ A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു A3 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ A3 ഡോക്യുമെൻ്റ് എടുത്തല്ലോ, അതിനുശേഷം അതിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഫ്രെയിം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് ഫ്രെയിംസ് കിട്ടും. അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ഫ്രെയിം ആട്ടോ. ആ ഒരു ഫ്രെയിം എടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 4 റോയും 3 കോളവും കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. അത് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. സോ ഞാൻ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം അപ്ലോഡ്സിൽ പോയിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ്സിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് പിക്സ് കിട്ടും. സോ അപ്ലോഡ്സ് വഴി ആ ഒരു 12 ഇമേജസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം PDF പ്രിൻ്റ് വഴിയാട്ടോ ഞാൻ ഡൗൺലോഡ് ആക്കുന്നത്. PDF പ്രിൻ്റാണ് ഏറ്റവും കൂടുതൽ പ്രിൻറ്റിങ്ങിന് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ്. ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് എൻ്റെ ഷോപ്പിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പിലോട്ടായിട്ടും അയച്ചു കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ബുക്ക് ആൽബത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടിപ്പ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.